അമ്മയിൽ പൊട്ടിത്തെറി രാജി പ്രഖ്യാപിച്ച് ശ്വേതാ മേനോൻ അനുനയിപ്പിക്കാൻ അംഗങ്ങൾ. അതാണ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത. ഒരു കാലത്ത് മലയാള സിനിമയിലെ താരങ്ങളുടെ കൂട്ടായ്മയായിരുന്നു അമ്മ എന്ന സംഘടന. ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്നു അമ്മ. പക്ഷേ അമ്മ ഇന്ന് ആഭ്യന്തര പോരിൻ്റെ വേദിയായി മാറിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോടെ പുതിയ അവകാശവാദങ്ങളോടെ അധികാരത്തിലെത്തിയ അമ്മയുടെ ഇപ്പോഴത്തെ ഭരണസമിതി പ്രതിസന്ധികളുടെ നടുവിലാണ്. വനിതാ നേതൃത്വത്തിൻ്റെ പേരിൽ ചരിത്രം സൃഷ്ടിച്ചു എന്നവകാശപ്പെട്ട ഭരണസമിതി സംഘടനയെ പുതിയ ദിശയിലേക്ക് നയിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷകൾ ഇന്ന് തകർന്നിരിക്കുന്നു. ശ്വേതാ മേനോൻ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായുള്ള നേതൃത്വത്തിന് മുന്നിൽ ഉയരുന്നത് വെറും അഭിപ്രായ ഭിന്നതകളല്ല, സംഘടനയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഗുരുതര ചോദ്യങ്ങളാണ്. അവിശ്വാസ പ്രമേയം, സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടൽ, ട്രഷറർ ഉണ്ണി ശിവപാലിൻ്റെ ഗുരുതരമായ ആരോപണങ്ങൾ, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അൻസിബ ഹസൻ്റെ രാജിയും പരാതികളും. താരസംഘടനയായ അമ്മയിലെ വിവാദങ്ങൾ പെട്ടെന്ന് തീരും എന്ന് കരുതാനാകില്ല. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചോ? അതോ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രക്രിയ മാത്രമാണോ? അമ്മയ്ക്ക് ഇന്നാവശ്യം നേതൃമാറ്റമാണോ? അതോ വ്യക്തിപരമായ തർക്കങ്ങൾക്കും ഗ്രൂപ്പ് പോരുകൾക്കും അതീതമായി സംഘടനയെ ഒരുമിപ്പിക്കാൻ ആർക്കും കഴിയില്ലേ? അമ്മയുടെ ഇന്നത്തെ പ്രതിസന്ധിയുടെ ഉത്തരവാദി ആരാണ്? പ്രശ്നപരിഹാരത്തിന് വഴിയെന്ത്? ഇതാണ് ഇന്നത്തെ പൊതുവേദി. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദി തുടങ്ങുന്നതിന് മുമ്പ് ഈ ജനറൽ ബോഡി യോഗത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ എന്നോടൊപ്പം നവമി ദിനേശ് ചേർന്നു. നവമി, ജനറൽ ബോഡി യോഗം പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ശ്വേതാ മേനോൻ രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന് വ്യക്തമാണ്. ഏതായാലും അവരെ അനുനയിപ്പിക്കാൻ അംഗങ്ങൾ തയ്യാറാകുന്നു. പക്ഷേ അവർക്കെതിരെ അവിശ്വാസ പ്രമേയം വന്നേക്കും എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് അവരെ അനുനയിപ്പിക്കുന്നത്? എന്തിന് ആണ് ഈ അനുനയത്തിൻ്റെ ശ്രമം അവർ തുടരുന്നത്? എന്താണ് അത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മനു, രാവിലെ യോഗം തുടങ്ങിയത് മുതൽ തുടങ്ങിയ തർക്കമാണ്. ഇപ്പോഴും ആ തർക്കവും ആരോപണങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഒടുവിൽ രാജ്യസന്നദ്ധത അറിയിച്ച് വേദി വിട്ടിറങ്ങുകയായിരുന്നു പ്രസിഡന്റായ ശ്വേതാ മേനോൻ. പക്ഷേ ബാബുരാജ് അടക്കമുള്ളവർ ശ്വേതയെ തിരിച്ചു വിളിക്കുകയും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുകയും ചെയ്തു. ഐ ഒഫീഷ്യലി റിസൈനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത്. പിന്നീട് അംഗങ്ങളെല്ലാവരും തിരിച്ചു വിളിച്ച് വീണ്ടും ചർച്ച തുടരുകയായിരുന്നു. എന്തായാലും ട്രഷറർ ഉണ്ണി ശിവപാലിനടക്കം രൂക്ഷ വിമർശനമാണ്. ഇപ്പോൾ നടി അൻസിബയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസിബ പറയുന്നത് തനിക്ക് സംഘടനയിൽ നിന്നുമുണ്ടായ മോശം അനുഭവം അത് സംഘടനയിൽ തന്നെ പറഞ്ഞപ്പോൾ തന്നെ പുറത്താക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് താൻ ഈ സംഘടനയെ വിശ്വസിക്കുക എന്ന ഒരു കാര്യമായിരുന്നു അൻസിബ ചോദിച്ചത്. രാവിലെ നടൻ മോഹൻലാൽ സംസാരിച്ചിരുന്നു. മോഹൻലാൽ പോയിട്ടില്ല. മോഹൻലാൽ ഈ യോഗത്തിൽ മുഴുവനും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അടക്കം പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് സംഘടനയെ അവമതിപ്പുണ്ടാക്കുന്നു, പക്ഷേ സംഘടനയെ തകർക്കാൻ ആരും ശ്രമിക്കരുത്, പ്രശ്നപരിഹാരം തന്നെയാണ് നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത്, താൻ ആരുടെ പക്ഷം പറയുന്നില്ല. വിശദമായി കേട്ടതിന് ശേഷം ജനറൽ ബോഡിയിലെ ഭൂരിഭാഗം അംഗങ്ങളും എന്ത് തീരുമാനമെടുക്കുന്നു അതായിരിക്കും തന്റെ തീരുമാനമെന്ന് മോഹൻലാൽ പറയുന്നു. അതിനു മുൻപ് ഗണേശാണ് ആവശ്യപ്പെട്ടത് മോഹൻലാലിന്റെ തീരുമാനം. മോഹൻലാൽ ഇതിലൊരു തീരുമാനം പറയണം. ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലനിൽക്കണമോ അതോ രാജിവെച്ച് പുറത്തു പോകണമോ എന്നുള്ളത് മോഹൻലാൽ തീരുമാനിക്കട്ടെ എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. പക്ഷേ അതിനുള്ള മറുപടിയായാണ് മോഹൻലാൽ പറഞ്ഞത് തനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഭൂരിഭാഗം അംഗങ്ങളും എന്ത് നിലപാടെടുക്കുന്നോ, ജനറൽ ബോഡി എന്ത് നിലപാടെടുക്കുന്നോ അതിനൊപ്പം താൻ ഉണ്ടാകുമെന്ന്. ശ്വേതാ മേനോൻ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളാണ് ശ്വേതാ മേനോൻ നടത്തിയിരുന്നത്. ഇത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കും ഈ സംഘടനയെ എന്നൊക്കെ പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷയുണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ അനുകമ്പയോടെ കേൾക്കും എന്നൊക്കെ ആയിരുന്നു അന്നത്തെ അവകാശവാദങ്ങൾ. ഇപ്പോൾ ഈ താരസംഘടനയുടെ നേതൃത്വം പൊളിഞ്ഞോ? അവർക്ക് ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന സാഹചര്യം എത്തിയോ? അവർക്കൊപ്പം ഇപ്പോൾ ആരുണ്ട്? ഒടുവിൽ മോഹൻലാലിന് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്?
നിലവിൽ ഈ അംഗങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം ആരും തന്നെ നിൽക്കുന്നില്ല. ഭൂരിഭാഗം അംഗങ്ങളും അവർക്കെതിരായി തന്നെയാണ്. പ്രത്യേകിച്ച് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചതിൽ പോലും വലിയ ക്രമക്കേടുണ്ടെന്ന് തന്നെയാണ് ആരോപിക്കുന്നത്. അത് സിദ്ദിഖ് അടക്കമുള്ള മുതിർന്ന താരങ്ങളാണ് ആ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. സിദ്ദിഖ്, ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ കമ്മിറ്റി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന വാർഷിക റിപ്പോർട്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ശ്വേതാ മേനോൻ പറയുന്നത് തനിക്ക് 45 ദിവസത്തെ സമയം തരണം, അത് കൃത്യമായിട്ടുള്ളൊരു വാർഷിക റിപ്പോർട്ട് താൻ അംഗങ്ങൾക്ക് നൽകും എന്ന് ശ്വേതാ മേനോൻ പറയുന്നു. പക്ഷേ അത്രയും സമയം അനുവദിക്കില്ല എന്നാണ് മറ്റുള്ള അംഗങ്ങൾ പറയുന്നത്. അതിൽ തന്നെ വിശ്വാസമുള്ളവർ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ വളരെ കുറച്ചു പേര് മാത്രമാണ് കൈപൊക്കിയത്. അതേസമയം ഈ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുന്നവരിലാണ് കൂടുതൽ ആളുകളും കൈപൊക്കിയതെന്നാണ് വിവരം ലഭിക്കുന്നതും. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ അടങ്ങുന്ന ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിടണമെന്നൊരു അഭിപ്രായം, അതുമായി ബന്ധപ്പെട്ട ഒപ്പ് ശേഖരണമൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രമേയമായി തന്നെ അത് അവതരിപ്പിക്കണമെന്ന് പറയുമ്പോൾ പോലും അത്തരത്തിലൊരു അടിയന്തര പ്രമേയം ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രമേയം ഉണ്ടെങ്കിൽ അത് 21 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അംഗങ്ങൾക്ക് നൽകുകയും അതിനുശേഷം ഇന്ന് ചേരുന്ന യോഗത്തിൽ അതിലൊരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. എന്തായാലും അടിയന്തര പ്രമേയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു അഡ്ഹോക് കമ്മിറ്റിയായി തുടരുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുമെന്നാണ് അറിയാൻ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ ഈ പ്രശ്നപരിഹാരത്തിന് ഒരു അഡ്ഹോക് കമ്മിറ്റി വരിക എന്നത്? കാരണം ഇത് ഭൂരിപക്ഷം ആളുകളും ഈ സമിതി മാറണമെന്ന് തന്നെ ഉള്ള താല്പര്യക്കാരാണ്. കുറച്ചുപേർ ഒരു അനുനയ ശ്രമവുമായി വന്നാൽ അത് വിജയിക്കുമോ, അതോ ഒരു അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ? അങ്ങനെ സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മനു. കാരണം ഒരു അഡ്ഹോക് കമ്മിറ്റി വരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇപ്പോൾ ഭൂരിഭാഗം അംഗങ്ങളും ഈ ഒരു കമ്മിറ്റി വേണ്ട, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മാത്രമേ ജനറൽ ബോഡി മുന്നോട്ട് പോവുകയുള്ളൂ. അതിനിടയിൽ ശ്വേതാ മേനോനെതിരെ മറ്റൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അത് ആരോപണം ഈ നമുക്കറിയാം 2020-യിലെ സ്ഥാനാർത്ഥികൾ, 2020-യിൽ നിന്നുള്ള സിനിമാ താരങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അവര് BJP-യിൽ നിന്നും ശ്വേതാ മേനോൻ പണം വാങ്ങിയാണ് ഈ സ്ഥാനാർത്ഥികളെ നൽകിയത് എന്നൊരു ആരോപണം ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. പക്ഷെ ആ ആരോപണങ്ങളെല്ലാം ശ്വേതാ മേനോൻ തള്ളിക്കളയുകയാണ്. ശ്വേതാ മേനോൻ പറയുന്നത് അത്തരം BJP-യിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഒരു പാർട്ടിയിൽ നിന്നും പണം വാങ്ങി തനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ശ്വേതാ മേനോൻ തുറന്നടിച്ചിരിക്കുന്നത്. BJP-ക്കോ കോൺഗ്രസിനോ അനുകൂലമായി ഒന്നും തീരുമാനമെടുത്തിട്ടില്ല. താരങ്ങൾ സ്ഥാനാർത്ഥിയായതിൽ തനിക്ക് ബന്ധമില്ല. അത്തരം ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് കൂടി ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. ഒപ്പം ആഞ്ഞടിച്ചിരിക്കുകയാണ് അൻസിബ. തന്റെ പരാതി കേൾക്കാൻ തയ്യാറായില്ല, തനിക്ക് നീതി കിട്ടിയില്ല, തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നീ കാര്യങ്ങളാണ് അൻസിബ ഇപ്പോൾ യോഗത്തിൽ പറയുന്നത്. എന്തായാലും തർക്കങ്ങൾ തുടരുകയാണ്. ഒരു 4 നവമി, ഞാൻ കുറച്ച് സമയത്തിനകം വീണ്ടും നവമിയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്തകൾ കിട്ടേണ്ടതുണ്ട്. ഞാൻ കുറച്ച് പ്രേക്ഷകരിലേക്ക് പോയി പെട്ടെന്ന് നവമിയിലേക്ക് തന്നെ തിരിച്ചു വരാം. കണ്ണൻ എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. കണ്ണൻ, ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കിന്ന് നിറയെ വാർത്തകളും കുറേ പ്രേക്ഷകരും കുറച്ച് സമയം മാത്രമാണുള്ളത്. ഈ പ്രശ്നത്തിന് ആര് എങ്ങനെ പരിഹാരം കാണുമെന്നാണ് ശ്രീ കണ്ണൻ കരുതുന്നത്? നമസ്തേ സർ. നമസ്കാരം സാറേ, ഈ അമ്മയിൽ കുറെ നാളായി കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കൂട്ടായ്മയില്ലായ്മ. അതായത് ഇപ്പം നേരത്തെ തൊട്ട് നമുക്കറിയാം ഒരു നടിയെ ക്രൂരമായി പീഡനത്തിന് ഇരയായ വിവരം. അതിപ്പം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രേക്ഷകരിലേക്ക് പോകേണ്ട സമയം. സുബേർ, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്കിന്ന് ധാരാളം പ്രേക്ഷകർ ക്യൂവിൽ നിൽക്കുന്നതുകൊണ്ടാണ്. സുബേർ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാറേ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ കക്ഷിനെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാന്ന്. അപ്പൊ സാറ് തന്നെ പറഞ്ഞാൽ എന്താ അങ്ങനെയെന്ന് ചോദിച്ചു. ഇപ്പൊ എന്തായി? ഉടച്ചു വാർക്കട്ടെ എന്ന്. ഉടച്ചു വാർത്തിട്ട് നല്ല നല്ല ആണുങ്ങളുണ്ടല്ലോ, അവർ കൊണ്ടുവരട്ടെ. എന്താ ബുദ്ധിമുട്ടതിന്? മൂപ്പർക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല എന്നല്ല ഉറപ്പാണല്ലോ, അതിന്റെ പേരിലാണല്ലോ പറയണത്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചാത്തന്നൂർ നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീ മനു, ഇന്ന് ചുരുങ്ങിയ വാക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് 2 സെന്റൻസിൽ പറഞ്ഞു തീർക്കാം. നിങ്ങൾ ഈ പ്രശ്നക്കാരായിട്ടുള്ള ഈ നടീനടന്മാരെ പിടിച്ച് കുറച്ച് സിനിമ കൊടുക്കാമെങ്കിലുണ്ടല്ലോ, അവർ ഒരു ജോലിയില്ലാതെ ചൊറിയും കൊത്തി ഇരിക്കുന്നുണ്ട് വിഷയം ഉണ്ടാക്കുന്നത്. നമ്മൾ വീടുകളിലും അങ്ങനെയാന്ന് പറയുന്ന കേട്ടോ, നമ്മൾ കുടുംബങ്ങളിലും അങ്ങനെ ചൊറിയും കൊത്തി പണിക്ക് പോകാത്തവര് ഇരുന്ന് വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വീടുകളിൽ. ഈ നേരത്തെ ഇന്നസെന്റിനെ പോലുള്ള തിരക്കുള്ള നല്ല നടന്മാരുന്ന സമയത്തൊന്നും ഇത് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറയാം, അതിനകത്ത് ഒരു വ്യക്തിപരമായിട്ട് ആരുടെയും പേര് പറയുന്നില്ല ഇതിനകത്ത് ഭാരവാഹികൾ. ഇവർക്കൊന്നും ഒരു സിനിമ പോലും ഇല്ല. ഏത് കാലത്ത് അവർ സിനിമയ്ക്ക് അതിനകത്ത് പ്രധാനപ്പെട്ടിരുന്ന പേര് പറയുന്നില്ല. ഏത് കാലത്താണ് അവർ തിങ്കളാഴ്ച നല്ല ദിവസം
100 മുമ്പ് സിനിമയിൽ അഭിനയിച്ചു. ഇവരൊക്കെ ഈ അസൂയ ആണ് ഇതിനകത്തുള്ള ഘടകം. മറ്റുള്ള തിരക്കുള്ള നടീനടന്മാരെയൊക്കെ ആയിട്ട് വിഷയം ഉണ്ടാക്കി ഇതിനകത്ത് കുത്തിത്തിരി ഇതിനെല്ലാം അടിച്ച് പുറത്ത് കളഞ്ഞിട്ട് നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പണ്ടൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. അതായത് സാധാരണ ഒരു നടന് അയാളുടെ സിനിമാ ജീവിതം എന്ന് പറഞ്ഞാൽ തിരക്കുള്ള സമയമാണ്, ഇതിന് സ്പെയർ ചെയ്യാൻ ഉണ്ടാവില്ല. ഇത് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇവർ ഇതിന് ശത്രുത, ആ മറ്റേയാൾ എന്ത് പറഞ്ഞു, എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു, ഈ അന്വേഷണമായി ഇങ്ങനെ നടക്കുകയാണ്. അതാണ് ഇതിന്റെ. അതെ ഇപ്പൊ ഈ വിഷയക്കാരെല്ലാം എടുത്ത് നോക്കി. എത്ര സിനിമയുണ്ട്, എത്ര സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പണിയില്ലാതെ. നേരത്തെ ഇന്നസെന്റ്, മോഹൻലാൽ ഇവരൊക്കെ ഇരുന്നുണ്ടല്ലോ. നേരത്തെ ഒരു വിഷയങ്ങളില്ലായിരുന്നു ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഒരു പണിയില്ലാതെ ചോദിക്കുക. അതുകൊണ്ട് ഞാൻ താങ്കൾ സമയം കുറച്ച് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. സിമ്പിൾ ഒറ്റ സെന്റൻസേ ഉള്ളൂ. ഈ ചൊറിയും കുത്തിയിരിക്കുന്നതിനൊക്കെ അടിച്ച് പുറത്ത് കളഞ്ഞിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഭാരവാഹികൾ, നല്ല സിനിമയിൽ അഭിനയിക്കുക, നല്ല എത്രയോ ദൂരം, നല്ല ബോധവും, നല്ല കലാവൈഭവമുള്ള ഭാരവാഹി ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരെ പിടിച്ച് ഭാരവാഹി തുണയും കുത്തിയും പറയുന്നത് എല്ലാത്തിനും അടിച്ച് പുറത്താക്കണം. അത് വൃത്തിയാവും. ഞാൻ നിർത്തുന്നു, ഇന്ന് സമയമുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നോടൊപ്പം ഷിജു ചേർന്നിട്ടുണ്ട്. ദി ഓൺലി സൊല്യൂഷൻ ഈസ് ടു റിമൂവ് ദ പ്രസന്റ് കമ്മിറ്റി ആൻഡ് ആഡ് മോഹൻലാൽ ആൻഡ് ഇടവേള ബാബു, ഗണേഷ്, മുകേഷ് ആൻഡ് ജഗദീഷ്. ഇറ്റ് വിൽ റൺ സ്മൂത്ത്ലി എന്ന് എന്നോട് ഷിജു പറയുന്നു. ദേ നോ ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. അപ്പോൾ ഇത് സ്ത്രീകൾക്കെതിരെയുള്ളൊരു നിലപാടല്ല. സ്ത്രീകൾക്ക് ഇതൊക്കെ നടത്താൻ കഴിയും. പക്ഷേ ഈ ഭരണസമിതി പരാജയപ്പെട്ടു എന്നതാണ് പൊതുവെ ഉള്ളൊരു വിലയിരുത്തലായി അവിടുന്ന് പുറത്തു വരുന്നത്. അപ്പോൾ നേരത്തെ ഈ സ്ത്രീകൾ അധികാരത്തിൽ വരുമ്പോൾ വലിയ മാറ്റമുണ്ടാകുമെന്നൊക്കെ ഒരു പ്രതീക്ഷ അമ്മയിലുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾക്കൊത്തൊന്നും ഉയരാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ വീണ്ടും ഇത് പഴയ നേതൃത്വത്തിൻ്റെ കൈകളിലേക്ക് പോയി കുറെ കൂടി അവർക്ക് സമയം നൽകണം എന്നൊരാവശ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഡിഡ് യു ആക്ട് ഇൻ എനി മൂവീസ് ലൈക്ക് രഞ്ജിത്ത്? ഞാൻ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിക്കും സിനിമയിൽ വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ രഞ്ജിത്ത് രാമേന്ദ്രനെയൊക്കെ ദൃശ്യം 3 കണ്ടു എന്ന് പറഞ്ഞു. രഞ്ജിത്ത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആങ്കറാണ്, വാർത്താ അവതാരകനാണ്. അപ്പോൾ ഞാൻ അത്തരത്തിലൊരു വാർത്താ അവതാരകനല്ലല്ലോ. ഞാൻ വളരെ വിരളമായ വാർത്ത വായിക്കാറുള്ളൂ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് അതിൽ കൂടുതൽ അവസരം കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ആ നിലയ്ക്ക് ശോഭിച്ച ആളുകളെയുമായിരിക്കും തിരഞ്ഞെടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആൻഡ് ദെൻ ഐ വാസ് ഷോക്ക്ഡ് വെദർ he joined there or does your management give him permission? അത് യെസ്, മാനേജ്മെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി, അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അത് ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർ ആ സ്ഥാപനത്തിന് പുറത്തുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ, ആ സ്ഥാപനത്തിൻ്റെ പേര് ഉപയോഗിക്കുമ്പോൾ ഒക്കെ സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ എഡിറ്റോറിയൽ നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതിനെക്കുറിച്ച് അവരെ അറിയിക്കുക എന്നുള്ളത്. ഇത് പ്രത്യേകം തടയാനൊന്നുമില്ല, പക്ഷേ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്തു തന്നെയാണ് എല്ലാവരും ഈ രംഗത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലണ്ടനിലിരുന്ന് ബ്ലൈറ്റി ഡേയ്സ് എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. താങ്ക് യു ബ്ലൈറ്റി. കിഷോർ കോന്നി എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ നോട്ട് ശ്വേത, ലക്ഷ്മിപ്രിയ ഇസ് ദ മെയിൻ കോസ് ഓഫ് ഫെയിലിയർ എന്ന് എന്നോട് പറയുന്നു. ഡോക്ടർ MP മണി എന്നോട് പറയുന്നു ശേഷം വെള്ളിത്തിരയിൽ നമുക്ക് കാണാം എന്താ നടക്കാൻ പോകുന്നതെന്ന് ഡോക്ടർ MP മണി പറയുന്നു. ജയകുമാർ ചേർന്നിട്ടുണ്ട്. സുനിൽകുമാർ ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. അൻസിബയാണ് പ്രശ്നക്കാരി എന്ന് പറയുന്നു ജയകുമാർ. കൂടെ ഉണ്ണി ശിവപാലും കുക്കു പരമേശ്വരനും ഉണ്ടെന്ന്. അപ്പോൾ സുനിൽകുമാർ പറയുന്നത് നമുക്കൊക്കെ വേറെ പണിയുണ്ട് എന്ന് പറയുന്നു. ജയകുമാർ പ്രമോദ് നാണു പറയുന്നു എല്ലാം ബാബുരാജ്, സിദ്ദിഖ്, ഇടവേള ബാബു ടീമിൻ്റെ കളികളാണിതെല്ലാം എന്ന് പറയുന്നു. ഇപ്പോൾ സിനിമയിലും രാഷ്ട്രീയത്തിലും പീഡനമില്ല. ഇലക്ഷൻ സമയത്ത് എന്തൊക്കെ ബഹളമായിരുന്നു, ഇതൊക്കെ സഹിക്കുന്ന നമ്മളൊന്ന് സമ്മതിക്കണം എന്ന് സുനിൽകുമാർ എന്നോട് പറയുന്നു. അമ്മായിയമ്മയായി മനു എന്ന് എന്നോട് പറയുകയാണ് ശ്രീ മുരളി. അദ്ദേഹം ഈ പോരിനെ പരിഹസിക്കുകയാണ്. ശ്രീ പങ്കജാക്ഷൻ നായർ എപ്പോഴും എനിക്ക് ചുവന്ന പൂക്കളും ചുവന്ന ഹൃദയവും അയച്ചു തരുന്ന ആളാണ്. അദ്ദേഹം ഇന്നും എനിക്ക് നിറയെ ചുവന്ന പൂക്കളും ചുവന്ന ഹൃദയവും ഒക്കെ അയക്കുന്നുണ്ട്. യോഹന്നാൻ എന്നോട് പറയുന്നത് സൗന്ദര്യം കുറഞ്ഞ നടികൾ എടുക്കെങ്കിൽ അപ്പോൾ ശരിയാവും എന്നാണ്. സൗന്ദര്യം കുറഞ്ഞ ചില നടികളെ എടുത്താൽ മതി, അപ്പോൾ ഇതാണ്. അപ്പോൾ ആളുകളുടെ ആക്ടിങ് സെൻസ് ആണല്ലോ നമ്മൾ പ്രധാനമായി നോക്കുന്നത്. ഭംഗിയൊരു ഘടകമാണോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ ഗൗതം ചേർന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ പാട് തന്നെ ഈ സംഘടന ഒരു മോഹൻലാൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞപ്പോൾ തന്നെ സംഘടന ഒരു നാഥനില്ല കളരിയായി മാറി എന്ന് പറയുന്നു. ലെറ്റ് ജഗദീഷ് ബി ദി പ്രസിഡന്റ് ഓർ ട്രഷറർ, ഹീ ഈസ് ട്രസ്റ്റ് വർത്തി എന്ന പ്രയോഗം വരുന്നു. ഷിജു, ശ്രീ ചാത്തന്നൂർ മിനിമം മോട്ടോർ സ്റ്റാൻഡ് ശിക്ഷ ഓക്കെ. അപ്പോൾ എന്നോട് ഒരു ശിക്ഷ കഴിഞ്ഞൊരു പ്രതി മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ കാര്യം നടത്തുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, മുരളീധരൻ നായർ MN എന്നോട് നമസ്കാരം എന്ന് പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ മുരളീധരൻ നായരും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശിവദാസൻ TK, ലെറ്റ്സ് ഗിവ് സം മോർ ടൈം ടു സെറ്റിൽ ദ കറണ്ട് ഇഷ്യൂസ് എന്ന്
പറയുന്നു. പങ്കജാക്ഷൻ നായരുടെ ചുവന്ന പൂക്കളും ഞാൻ സ്വീകരിക്കുന്നു. കാര്യങ്ങൾ രമ്യമായി പരിഹരിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് VR പ്ലീസ് എന്നോട് പറയുന്നു. ശ്രീമതി സൗമ്യ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവരും പറയുന്നത് ഗുഡ് ഈവനിങ്, ഡു യു നോ മച്ച് അബൌട്ട് ദി ഓർഗനൈസേഷൻ, സോ ഐ ഡോണ്ട് മേക്ക് എനി കമൻറ്റ്സ് എന്ന്. അപ്പം ഇതിൽ എന്നോടൊപ്പം നൗഫൽ എറണാകുളത്ത് നിന്ന് ചേരുന്നു. നൗഫൽ, ചുരുങ്ങിയ വാക്കുകളിൽ. നൗഫൽ, യെസ്, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ചുരുങ്ങിയ വാക്കുകൾ. എനിക്ക് പറയാനുള്ളത്, ഈ ശ്വേതാമോനെ പോലെയുള്ള ആളുകളെ മാറ്റിയിട്ട് നല്ല ആണുങ്ങളെ കയ്യിൽ ഇത് ഏൽപ്പിക്കുക. ആണുങ്ങൾ എന്താ, സ്ത്രീകൾ? അങ്ങനെ നമ്മളൊരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തേണ്ടതുണ്ടോ? പരാമർശം അവരെ കൊണ്ട് നടക്കില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് സ്ത്രീ വിരുദ്ധമായിട്ട് പറഞ്ഞതല്ല. ശരി, ഓക്കെ. ശ്രീകുമാർ എന്നോടൊപ്പം ചേരുന്നു, തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകുമാർ. ഹലോ സാർ, നമസ്കാരം. ഞാനത് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ശ്രീകുമാർ തിരുവനന്തപുരത്ത് എവിടെയാ വീട്? എവിടെയാ? വഴുതക്കാടാണ്. സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ആളാണോ ശ്രീകുമാർ? അല്ല, സ്വാഭാവിക നമ്മുടെ പഴയൊരു നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതി ശ്രീകുമാറിന്റെ നെയ്ബർ എന്ന് പറയാമെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കിപ്പോ ഈ വാർത്ത കണ്ടിട്ട് എനിക്ക് ജഗതി ശ്രീകുമാറിന്റെ പേര് ശരിക്കും ശ്രീകുമാർ എന്നാണ്. അപ്പൊ 2 ശ്രീകുമാറുകൾ അടുത്തടുത്താണോ താമസിച്ചിരുന്നത്? ഹലോ അല്ല, ഞാനവിടെ കുറച്ച് മാറിയാണ്, വഴുതക്കാടാണ്. അടുത്തടുത്ത് താമസിച്ചെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. 2 പേരുടെയും പേര് ശ്രീകുമാർ എന്നാണല്ലോ. അപ്പൊ ആ സ്ഥലത്ത് കുറെ ശ്രീകുമാർ ഉണ്ടോ? ഈ കോട്ടയത്ത് എത്ര മത്തായി എന്ന് ചോദിച്ച പോലെ? ഇല്ല, അവിടെ എന്റെ അറിവിൽ ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് കുറെ ശ്രീകുമാറുകൾ എനിക്കറിയാം. ശ്രീദേവികളും ശ്രീകുമാറുകളും. ഓക്കെ. അപ്പൊ സാർ ഞാൻ വിളിച്ചത്, ഇതിപ്പോ ഇതൊരു വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. മുംബൈ സംഘടന ഒന്നുമില്ലായിരുന്നു. അന്ന് മലയാള സിനിമ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു. നല്ല സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സിനിമ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇതിൽ കാണുന്ന പല താരങ്ങളും 1-2 സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളവരാണ്. സത്യത്തിൽ ഇവരെ അങ്ങ് ഒഴിവാക്കിയാൽ പ്രശ്നം തീരുമെന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെ നമുക്ക് നമ്മുടെ ജനത്തിന്റെ ഒരു പ്രധാന ദൈനംദിന ജീവിതത്തിൽ സിനിമ ഇപ്പം വളരെ ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു അവശ്യ വസ്തു അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഇത്ര വാർത്താ പ്രാധാന്യം അവര് രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഈ താരങ്ങളെ ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേർ താരങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാനൊക്കെ ആളുകൾ ജിജ്ഞാസ ഉണ്ടാവും. അപ്പൊ ലാലേട്ടൻ, മമ്മൂക്ക, അവരൊക്കെ നമുക്ക് ഒരുപാട് നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും സമ്മാനിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ഇപ്പോൾ ഉള്ളവരൊക്കെ ഇവരൊക്കെ എന്താണ് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനെപ്പറ്റി എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീകുമാർ ഏത് മേഖലയിൽ ജോലി ചെയ്ത ആളാണ്? ഞാൻ കൊളേജ് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ വ്യക്തമാണ്. ശ്രീകുമാർ പറയുന്നത് ഒരു അളവ് വരെ ശരിയാണ്. ഇതിനൊക്കെ അമിത പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ താരങ്ങളുടെ കാര്യമൊക്കെ ആകുമ്പോൾ പൊതു ആളുകൾക്ക് അറിയേണ്ടതുണ്ടാകുമല്ലോ. പിന്നെ സ്വാഭാവികമായി ഇത് വാർത്ത നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിന് വേറെ ആളുകൾ പറയും ആ വാർത്ത നമ്മൾ മുക്കി വെച്ചു, അത് ചില വ്യക്തി താല്പര്യങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറയും. ഇന്ന് നമുക്കൊരു വാർത്തയും മുക്കി വെക്കാൻ കഴിയില്ല. എല്ലാം ഇന്നിപ്പോൾ യൂട്യൂബിൽ വരും, അല്ലെങ്കിൽ ആളുകൾക്ക് ഫേസ്ബുക്കിൽ വരും. ഇതെല്ലാം പൊതു ഇടത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തടഞ്ഞു വെച്ചു എന്നുള്ള ചില പരാതികൾ ആയിരിക്കും അവിടെ നിന്ന് വരിക. അപ്പോൾ എന്നോടൊപ്പം ബിനോയ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്. നമസ്കാരം മനു. നമസ്കാരം. ഈ ബിനോയ് സിനിമയുമൊക്കെ ആയ അടുത്ത ബന്ധമൊക്കെ ഉള്ള ആളാണ്. നിരവധി നടന്മാർ അങ്ങയുടെ സുഹൃത്തുക്കളാണ്. ഇതെന്താണ് ഈ താങ്കളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ കിടന്ന് അടികൂടുന്നു ശ്രീ ബിനോയ്? ഇതില് സുഹൃത്തുക്കളെന്നും നമ്മളുടെ സുഹൃത്തുക്കളെന്നും അടികൂടുന്നതല്ല. സത്യത്തിൽ അമ്മയിൽ ഒരു മാറ്റം വരണമെന്ന് അന്ന് ചില ആളുകൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരാള് ഞാനാണ്. മാറ്റം വരണം, വലിയ നടന്മാരുടെയൊക്കെ ഒരു ഇതിലുള്ള ഇടപെടൽ നിർത്തണമൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. പക്ഷെ നമുക്കൊക്കെ തെറ്റുപറ്റി എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഒരു വനിതാ പ്രസിഡന്റ് ആവട്ടെ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആവണമെന്ന് ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞ ആളാണ് ഞാൻ, പരസ്യമായി പറഞ്ഞ ആളാണ്. അതിന് ഒരുപാട് എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് സംഘടനാപരമാണ്, അതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊക്കെ പറഞ്ഞത് ഇപ്പോഴും നമ്മൾ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥയാണ്. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്വേതാ മേനോൻ അൻപേ പരാജയമാണ്. അവിടെ വനിതയാണോ പുരുഷനാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് അൻപേ പരാജയമാണ്. ഉണ്ണി ശിവപാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവർക്ക് എന്തോ അവിടുത്തെ പ്രശ്നങ്ങൾ പറയാൻ വന്നപ്പോൾ അവർ 45 ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞെന്ന്. അവിടെ തന്നെ ജനാധിപത്യം നഷ്ടപ്പെട്ടു. അപ്പൊ ജനാധിപത്യം ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്, ഒരു ജനാധിപത്യ രാജ്യത്തുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ണി ശിവപാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടത്, അവരെന്തോ പരാതി പറഞ്ഞപ്പോൾ അവർ 45 ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് തീർച്ചയായിട്ടും
വീണ്ടും ബഹുമാന്യനായ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇടപെട്ട് ഈ സംഘടനയെ നേർവഴിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം. പിന്നെ 3 സിനിമയല്ല, മിനിമം 10 സിനിമയിൽ അഭിനയിച്ചവർക്ക് മാത്രമേ അമ്മയിൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബിനോയ്, സിനിമയിൽ അഭിനയിച്ചവരെ നമുക്ക് അവരെ വിലക്കുന്നത് ശരിയല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സംഘടന മതി എന്നതാണോ ഈ അവിടുത്തെ ഒരു പ്രശ്നം? ഈ ഏക സംഘടനയുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ അടിപൊളി. ഒന്നിലധികം സംഘടനകളുണ്ടെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ മറ്റേതിലേക്ക് മാറിപ്പോകാമല്ലോ. അത് സാധ്യമാണോ? ഈ അല്ല അതും അവർ കാണിക്കുന്നത് രാജഭരണം പോലെയാണ്. അതും മാറണം. ഒന്നിലധികം സംഘടനകൾ ഉണ്ടാകണം. അങ്ങനെ ഒന്നിലധികം കേട്ടില്ല. എന്താ മനു? അല്ല, ഇതിൽ പ്രധാനമായി ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ പല സ്ഥലത്തും രാഷ്ട്രീയ ചായ്വൊക്കെ അനുസരിച്ച് പല സ്ഥലത്തും സംഘടനകളുണ്ട്. ഇവിടെ അങ്ങനെയില്ല. അവർ ഒന്നായി നിൽക്കുന്നു എന്ന് സന്തോഷം. പക്ഷേ ഇനി ഒന്നായി പോകാൻ കഴിയില്ല എന്ന ഘട്ടം മനസ്സിലാകുമ്പോൾ മറ്റൊരു സംഘടനയുടെ സാധ്യത ഉണ്ടാകും. അത് സാധ്യമാണോ ഈ സിനിമാ രംഗത്ത്? അത് എങ്ങനെയായിരിക്കും അതിനെ കാണുന്നത്? ഞാൻ ബിനോയ് അതുമായി അടുത്ത ആളായതുകൊണ്ട് ചോദിക്കും. അല്ല, സാധ്യമാക്കണം. ഒന്നിൽ കൂടുതൽ സംഘടന അതിലുണ്ടാക്കണം, സാധ്യമാക്കണം. 2, എന്റെ അഭിപ്രായത്തിൽ അമ്മയിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. 3 സിനിമയിൽ അഭിനയിച്ചവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമെന്നുള്ളത്. പക്ഷെ അതൊരു മിനിമം ഒരു 10 സിനിമയെങ്കിലും ആക്കണം. 10 സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കാവുന്ന ആക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് മുമ്പ് ഒരു അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് നമ്മളൊന്നും ഇപ്പോൾ സ്ക്രീനിൽ, അതായത് സിനിമയിൽ കാണാത്ത ആളുകളാണ് അമ്മയിൽ മെമ്പർഷിപ്പും അമ്മയിലെ ഭാരവാഹിത്വവും വഹിക്കുന്ന ആളുകൾ. നമുക്കിവരെ ഒരു സിനിമയിലെ ക്യാരക്ടർ മുഖാന്തരം അറിയുന്നവരല്ല. പക്ഷെ അമ്മയുടെ അതിന് ഐഡന്റിഫിക്കേഷൻ ഉള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ നമ്മൾ അമ്മയുടെ ഏതെങ്കിലും ഒരു ഭാരവാഹി ആകുമ്പോഴാണ് നമ്മൾ ഇയാൾ അമ്മയുടെ ഭാരവാഹിയാണെന്ന്. പക്ഷെ മുൻകാലങ്ങളിൽ അങ്ങനല്ല. ഇപ്പൊ ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും മോഹൻലാൽ ഈ സംഘടനയിൽ ഇരുന്നപ്പോഴൊക്കെ നമുക്ക് സിനിമയിലൂടെ അവരെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അമ്മയിൽ ഇന്ന നടനാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇന്ന സിനിമയിൽ അഭിനയിച്ചതെന്ന്. അതങ്ങനല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മേഖലയിലുള്ളവരെ ആ കമ്മിറ്റിയിൽ കൊണ്ടുവരണം. ഈ അൻസിബയൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഈ ടിനി ടോമിന്റെ വിഷയത്തിലാണ് കേട്ടോ അറിയുന്നത്. അല്ലാതെ അൻസിബയെ ഞാൻ ഒരു സിനിമാ നടി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അവരെ കണ്ടിട്ടേ ഇല്ല. ഈ അൻസിബയ ഈ ടിനി ടോമിനെതിരെ ഒരു പ്രശ്നമായിട്ട് വന്നു ഇപ്പൊ അറിയാം. ഇപ്പം കേരള സമൂഹത്തിന് മനസ്സിലായി. അപ്പൊ ഇപ്പൊ ഏറ്റവും ഒടുവിൽ എനിക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബിനോയ്, അമ്മ ഭരണസമിതി രാജി പ്രഖ്യാപിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അത് ഒരുപക്ഷെ പിൻവലിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അമ്മ ഭരണസമിതി രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. അവരെടുക്കുന്ന ഏറ്റവും നല്ലൊരു തീരുമാനം രാജിവെച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ വരാം. അതിൽ താരങ്ങൾക്ക് ഒരു സംഘടന ആവശ്യമില്ല. ഇവിടെ ആർക്കും ഒരു യോജിപ്പില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് മാന്യതയുള്ളവർ മാറി നിൽക്കുന്നതെന്ന് എന്നോട് രഘുനന്ദനൻ പറയുന്നു. ഞാൻ സിനിമയായി ബന്ധമുള്ള ആളാണ്, സിനിമ കാണും, ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് എന്നോട് സുനിൽ പറയുന്നു. കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തായി എന്ന് എന്നോട് ശശിധരൻ പിള്ള ചോദിക്കുന്നു. നമ്മുടെ അമ്മമാർ കേസ് കൊടുക്കാൻ പോവുകയാണ്, അമ്മ എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നാണ്, AMMA എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഈ അമ്മയിൽ മാറ്റം വന്നില്ലെങ്കിലും നല്ല നാറ്റം വരുന്നുണ്ട് എന്ന പരിഹാസവും കൂടി നമ്മുടെ ശശിധരൻ വയലാർ. എന്നോടൊപ്പം നവമി ചേരുന്നു. നവമി, ഭരണസമിതിയിൽ ശ്വേതാ മേനോൻ ആദ്യം രാജി പ്രഖ്യാപിച്ചു എന്ന് നവമി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ എന്താ, ഭരണസമിതി മുഴുവനായി രാജിവെക്കുകയാണോ? അത് അംഗങ്ങൾ ഏറ്റെടുത്തോ? അന്യ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? മനു, എന്തായാലും പുതിയ ഭരണസമിതി അധികാരത്തിലെത്തി 1 വർഷമാകുന്നതിന് മുൻപ് തന്നെ ഭരണസമിതി രാജിവെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി പുതിയൊരു തിരഞ്ഞെടുപ്പുണ്ടാകും. ഈ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി നിലനിന്നുകൊണ്ട് വാർഷിക റിപ്പോർട്ടിലടക്കം കൃത്യത വരുത്തിയതിനു ശേഷമായിരിക്കും അടുത്ത അംഗങ്ങൾ അധികാരത്തിലെത്തുക. അതിനു മുമ്പായി ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, തർക്കങ്ങൾ, അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഭരണസമിതി പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ അടക്കമുള്ളവരെല്ലാം തന്നെ രാജിവെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലേക്കായിരിക്കും അമ്മ സംഘടന നീങ്ങുക. അതിനു മുൻപ് തന്നെ നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമായിരുന്നു ആ സംഘടന രാജിവെച്ചത്. അതിനു മുൻപ് സിദ്ദിഖായിരുന്നു പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നത്. സിദ്ദിഖിനെതിരെ ആരോപണം വരുന്നു, ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നു. ലൈംഗിക ആരോപണത്തെ തുടർന്ന് സിദ്ദിഖ് രാജിവെക്കുന്നു. തുടർന്ന് ആ ഭരണസമിതിയിൽ, ആ കമ്മിറ്റിയിലുള്ള
ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയും ആ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് അന്നും അവർ അഡ്ഹോക് കമ്മിറ്റിയായി തുടർന്നു. പിന്നീട് ഒരു തിരഞ്ഞെടുപ്പ് വരട്ടെ, ആ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ തന്നെ വനിതകൾ തന്നെ അതിന്റെ തലപ്പത്തേക്ക് വരട്ടെ, സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ ഭൂരിഭാഗം അംഗങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായി. പക്ഷേ ആ കമ്മിറ്റി ചുമതലയെടുത്ത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണ പരാജയമാണെന്ന് അംഗങ്ങൾ വിലയിരുത്തി. അതിനെ തുടർന്ന് ഈ കമ്മിറ്റി തന്നെ രാജിവെച്ചിരിക്കുകയാണ്. മറ്റൊരു മാർഗവും മുന്നിലില്ലാതെയാണ് ഈ രാജി എന്ന് വ്യക്തമായി കഴിഞ്ഞു. കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ, ഒരു പ്രവർത്തന റിപ്പോർട്ട് പോലുമില്ല, വലവ് ചിലവ് കണക്കുകളെ സംബന്ധിച്ചൊക്കെ ആശയക്കുഴപ്പം, നിരവധി ആരോപണങ്ങൾ, ട്രഷറർ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ജോയിന്റ് സെക്രട്ടറി രാജിവെക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ കോണുകളിലും ഇതിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാതെ പൂർണ്ണമായി പരാജയപ്പെട്ടു. വലിയ അവകാശവാദങ്ങളോടെയാണ് ഇവർ വന്നത്, ആളുകളെ ഒന്നിച്ചു നിർത്തുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ ആ ഘട്ടങ്ങളിലൊക്കെ പരാജയപ്പെട്ടാണ് ഈ നേതൃത്വം മറ്റൊരു മാർഗവുമില്ലാതെ രാജിവെച്ച് പോകുന്നത്. അപ്പോൾ നേരത്തെ നവമി എന്നോട് പറഞ്ഞത് സ്വാഭാവികമായ ഒരു അഡ്വോക് കമ്മിറ്റി രൂപീകരിക്കും എന്നാണ്. അത് നിലവിലെ ഭരണസമിതിയിലെ അംഗങ്ങൾ ആയിരിക്കുമോ അഡ്വോക് കമ്മിറ്റി, അതോ അതിന് എന്തെങ്കിലും പുതിയ മാർഗനിർദ്ദേശങ്ങൾ വരുന്നുണ്ടോ? എങ്ങനെ ഒരു അഡ്വോക് കമ്മിറ്റി രൂപീകരിച്ചാണ് ഇനി തുടർ നടപടികളെക്കുറിച്ച് അമ്മായിയുടെ വാർഷിക ജനറൽ ബോഡി ആലോചിക്കുക? മനു, ഇപ്പോൾ എന്തായാലും ഈ കമ്മിറ്റി പിരിച്ചുവിട്ടാൽ പോലും സംഘടനയിലെ ഈ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടം, ഒപ്പം ഈ വയ്യാത്ത മുതിർന്ന താരങ്ങൾക്ക് നൽകേണ്ട പെൻഷൻ അടക്കമുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അമ്മ സംഘടന ചെയ്യുന്നുണ്ട്. അതിൽ മുടക്കം വരാൻ പാടില്ല. അതുകൊണ്ട് നിലവിലുള്ള അംഗങ്ങൾ തന്നെ, അതായത് ഇപ്പോഴുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി നിലനിന്നുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുക. അടുത്ത തിരഞ്ഞെടുപ്പിന് ആരൊക്കെയാണോ മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുന്നത് അവരെ മത്സരിക്കുക. ഒരു തിരഞ്ഞെടുപ്പ് പോലെ, ഒരു ജനകീയ തിരഞ്ഞെടുപ്പ് പോലെ, ജനാധിപത്യ തിരഞ്ഞെടുപ്പ് പോലെ എല്ലാ അംഗങ്ങൾക്കും വോട്ടിട്ട് ഒരു കമ്മിറ്റിയെ വീണ്ടും കൊണ്ടുവരാൻ, ഒരു പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരാനുള്ള ഒരു അവകാശമുണ്ട്. ആ തരത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ കടക്കുക. എന്തായാലും അതിനൊരു സമയമെടുക്കും. അതിനു മുൻപായി നിലവിൽ ഇപ്പോൾ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ട് പോലും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ വാർഷിക റിപ്പോർട്ടിന്റെ കണക്കുകൾ കൃത്യമായി കഴിയാൻ, അതായത് വരവ് ചെലവ് കണക്കുകൾ എല്ലാവരെയും ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു 45 ദിവസത്തെ സാവകാശമാണ് ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടത്. എന്തായാലും അതിനുള്ളിൽ തന്നെ ശ്വേതാ മേനോൻ ഇതിലെ കണക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യത വരുത്തും. അതിനുശേഷം മാത്രമായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോവുക. നേരത്തെ തന്നെ അംഗങ്ങൾ ഇത് ആരോപണവുമായി ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ വാർഷിക ജനറൽ ബോഡി ചേരുന്നത് തന്നെ ഈ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് അംഗങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ ജനറൽ ബോഡി ചേരുന്നത്. ഒപ്പം മറ്റു ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പെൻഷൻ ഉയർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ ചർച്ചകൾ നടക്കും. ഇപ്പോൾ ഈ വരവ് ചെലവ് കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ പോലും വലിയ അവ്യക്തത ഉണ്ടെന്ന് തന്നെയാണ് അംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ആളുകൾ തന്നെ ഒരു അഡ്ഹോക് കമ്മിറ്റിയായി നിലനിൽക്കുകയും കൂടുതൽ കാര്യങ്ങൾ, അതായത് അടുത്ത തിരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യും. അതാണ് ഇനിയുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്തായാലും വളരെ കൊട്ടിഘോഷിച്ച് വലിയ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു സംഘടന, ഒരു ഭരണസമിതിയായിരുന്നു പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘടന. പക്ഷേ ആ സംഘടനയും അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതി പൂർണ്ണ പരാജയമാണെന്ന് തന്നെയാണ് ഭൂരിഭാഗം അംഗങ്ങളും വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത് രാജിവെച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ്. ഇനി പുതിയ കമ്മിറ്റി രൂപീകരിക്കും. ഇതിൽ ഈ നേതൃത്വം അധികാരത്തിൽ വരുമ്പോൾ സ്ത്രീകളുടെ ഒരു നേതൃത്വം എന്ന നിലയിലാണ് അവരത് പ്രൊജക്റ്റ് ചെയ്തത്. സ്ത്രീകൾക്ക് അവരെ കുറെ കൂടെ അനുഭാവപൂർവ്വമായി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു നിലപാടായിരുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് എങ്കിലും പരിഹാരം കാണാൻ കഴിയും എന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ സ്ത്രീകളുടെ എങ്കിലും പിന്തുണ ഈ സമിതിക്കുണ്ടോ? ഭൂരിഭാഗം സ്ത്രീകളും ഈ സമിതിക്ക് എതിരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണോ അവിടെ കാണാൻ കഴിയുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഈ ഒരു സംഘടന പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻസിബ തൊടുത്തുവിട്ട ഒരു അമ്പ് തന്നെയാണ്. അതായത് അൻസിബയ്ക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു. അൻസിബയെ മോശമാക്കുന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ പലരും പല അഭിപ്രായങ്ങളും പറയുന്നു, സംഘടനയ്ക്കുള്ളിൽ പറയുന്നു. ഇതെല്ലാം അൻസിബ തന്റെ പരാതി സംഘടനയ്ക്കുള്ളിൽ പറയുന്നു. പക്ഷെ ആ സംഘടന അത് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല. പ്രസിഡന്റ് ശ്വേതാ മേനോൻ ആയിക്കോട്ടെ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ആയിക്കോട്ടെ, ഈ പരാതിയെ വേണ്ട വിധത്തിൽ അഡ്രസ് ചെയ്യാൻ
സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഈ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല. അത് തന്നെയാണ് ആദ്യത്തെ പിഴവായി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമത്, ലക്ഷ്മിപ്രിയ നൽകിയ പരാതി. ലക്ഷ്മിപ്രിയ പോലീസിനെ സമീപിക്കുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ പോലും പറയുന്നത് അമ്മ സംഘടനയുടെ ആഭ്യന്തര പ്രശ്നമാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ ആദ്യം സംഘടനയിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം പ്രസിഡന്റ് ശ്വേതാ മേനോനിക്കും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ഇല്ലേ എന്ന ചോദ്യം അവിടെ പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, അവിടെ ഫ്രണ്ട് ഓഫീസറായി ജോലി ചെയ്ത അതുല്യ എന്ന പെൺകുട്ടിയെ യാതൊരു കാരണവും കൂടാതെ കുക്കു പരമേശ്വരൻ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പുറത്താക്കുന്നു. അത് കുക്കു പരമേശ്വരനും നീന കുറുപ്പും ട്രഷറർ ഉണ്ണി ശിവപാലും ചേർന്നുകൊണ്ടുള്ള ഒരു തീരുമാനമെടുപ്പാണ്. മറ്റ് കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്തില്ല. പ്രസിഡന്റ് എന്ന നിലയിൽ ശ്വേതാ മേനോൻ അറിഞ്ഞില്ല. അങ്ങനെ പ്രസിഡന്റ് അറിയാതെ ജനറൽ സെക്രട്ടറി പല തീരുമാനങ്ങളും എടുക്കുന്നു. അത് പിന്നീട് അതുല്യ വന്ന് മാധ്യമങ്ങളോട് പറയുന്നു. പോലീസിന് പരാതി നൽകുമ്പോഴാണ് പ്രസിഡന്റ് എന്ന നിലയിൽ ശ്വേതാ മേനോൻ തന്നെ ഇക്കാര്യം അറിയുന്നത്. അത് തന്നെയാണ് മറ്റൊരു പരാജയമായി ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കണക്കാക്കേണ്ടത്. നാലാമത്തെ കാര്യം, ട്രഷറർ ഉണ്ണി ശിവപാലിന്റെ പറ്റിയ തെറ്റ്. ഉണ്ണി ശിവപാലിന്റെ പക്കലാണ് കണക്കും വരവ് ചെലവും എല്ലാം ഉള്ളത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നതിന് 21 ദിവസം മുമ്പ് ഈ കണക്കുകളെല്ലാം തന്നെ അംഗങ്ങൾക്ക് നൽകണമെന്നൊരു അങ്ങനെയാണ് ബൈലോ പ്രകാരം പറയുന്നത്. പക്ഷെ അതുപോലും കൃത്യമായി ഉണ്ണി ശിവപാൽ എത്തിച്ചില്ല. പകരം ഉണ്ണി ശിവപാലിന് അവധി കൊടുത്ത് വിദേശത്തായിരുന്നു ഉണ്ണി ശിവപാലിന് അവധിയിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കിൽ ഒക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്വേതാ മേനോന് പോലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ നൽകാത്തത്. ഇതൊക്കെ തന്നെയാണ് ഈ ഭരണസമിതി രാജിവെക്കുവാനും ഭരണസമിതിക്ക് ഒപ്പം ആളുകൾ നിൽക്കാതെ ഭൂരിപക്ഷം ആളുകളും ഈ ഭരണസമിതി രാജിവെക്കണമെന്നൊരു തീരുമാനത്തിലേക്കും എത്താനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. മനു, നവമി, അതിൽ മറ്റൊരു പ്രധാനമായ ഒരു ചോദ്യം ഉയരുന്നത്, ഇനിയൊരു പുതിയ നേതൃത്വം വരേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സൂചനകൾ അവിടെ ലഭിക്കുന്നുണ്ടോ? ഇപ്പം മോഹൻലാൽ തന്നെ ഈ ഒരു പ്രശ്നം ഇത്രയും സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ഇനി ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? മമ്മൂട്ടി ഈ യോഗത്തിന് വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനി ആരെങ്കിലും, നമ്മുടെ പ്രധാന നടന്മാരിൽ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ സംഘർഷ സാഹചര്യം കണ്ട് അവരും പിൻവാങ്ങാനുള്ള സാഹചര്യമാണോ അവിടെ ഉള്ളത്? മനു, നിലവിൽ ഇനി മോഹൻലാൽ മത്സരിക്കുന്ന സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം അത്രമാത്രം മാധ്യമങ്ങളുടെ വിമർശനത്തിന് ഇരയായ വ്യക്തിയാണ് പ്രസിഡന്റ് എന്ന നിലയിൽ. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തുകൊണ്ട് പ്രസിഡന്റ് മിണ്ടുന്നില്ല എന്ന മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യം. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നു മുതലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളായത്, അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങനെ ഒക്കെ വിമർശിക്കാൻ തുടങ്ങിയെന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ മോഹൻലാൽ നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ മാധ്യമപ്രവർത്തകർക്കിടയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അമ്മ പ്രസിഡന്റ് എന്ന നിലയിലുള്ള രാജി മോഹൻലാൽ വെച്ചതിന് ശേഷം മാധ്യമങ്ങളോടുള്ള സംസാരിക്കുന്ന രീതിയിൽ പോലും കുറച്ചുകൂടി സൗഹാർദ്ദപരമായി മോഹൻലാൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അതൊരു മുൾക്കിരീടമായി മോഹൻലാലിനും തോന്നിയിരുന്നു എന്ന തരത്തിലൊക്കെ നമ്മൾ തമാശ രൂപേണ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അറിഞ്ഞുകൊണ്ട് വീണ്ടും ആ ഒരു മുൾക്കിരീടം മോഹൻലാൽ തലയിൽ ചൂടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ അത്തരത്തിൽ ഈ സംഘടനയുടെ തലപ്പത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് ഇടവേള ബാബുവാണ്, വീണ്ടും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചരട് വലിയൊക്കെ ഇടവേള ബാബുവിന്റെ ഭാഗത്ത് നിന്നൊക്കെ പല രീതിയിൽ നടക്കുന്നുണ്ട്. രണ്ട്, ബാബുരാജാണ്. ബാബുരാജിനും ഈ തലപ്പത്ത് വരണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും അവസാന നിമിഷവും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരത്തിനായി ഉയർന്ന പേരുകളിലൊന്ന് ബാബുരാജാണ്. പിന്നെ വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് ബാബുരാജ് അത് പിൻവാങ്ങിയത്. സ്ത്രീകൾ തന്നെ വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് മുതിർന്ന താരങ്ങൾ അത്തരത്തിലൊരു കടുത്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് ബാബുരാജ് അവസാന നിമിഷം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് പോയത്. പക്ഷേ ഈ സംഘടന അധികാരത്തിലെത്തിയ സമയം മുതൽ തന്നെ ബാബുരാജിന്റേതായിട്ടുള്ള ചരടുവലികളുമൊക്കെ ഈ സംഘടനയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തിരിച്ച് ഈ തലപ്പത്തേക്ക് വരണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കെതിരെ ലൈംഗികാരോപണ കേസ് നിലനിൽക്കുന്നതിനാലും അത് ഇവർ കുറ്റമുക്തരായെന്ന് കോടതി പറയാത്ത സാഹചര്യത്തോളം ഇവർക്ക് ഒരു അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല. മറ്റൊന്ന് സിദ്ദിഖാണ്. സിദ്ദിഖിനുമെതിരെയും കേസുണ്ട്. അതുകൊണ്ട് സിദ്ദിഖിനും ഇതിൽ ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറ്റാര് എന്നുള്ളൊരു ചോദ്യത്തിൽ ജഗദീഷിന്റെ ഒരു പേര് ഉയർന്നു വരുന്നുണ്ട്. കാരണം ജഗദീഷിന് വലിയ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രസിഡന്റായി മത്സരിക്കണമെന്ന്. പക്ഷേ അതും ഈ പറയുന്ന സ്ത്രീകൾ തന്നെ അധികാരത്തിൽ വരട്ടെ എന്ന ഭൂരിഭാഗം അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ നിലനിന്നതുകൊണ്ട് ആ ഒരു പ്രഷർ കൊണ്ട് മാത്രമാണ് ജഗദീഷ് അന്ന് മത്സരിക്കാതെ പോയത്. പക്ഷേ ഇനിയിപ്പോൾ മത്സരം വന്നാൽ ഉറപ്പായും ജഗദീഷ് മത്സരിക്കുമെന്നത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും.
പിന്നീട് ആരെന്ന ചോദ്യത്തിൽ ഇനിയും ബാക്കിയാകുന്നുണ്ട്. അങ്ങനെ ഈ അമ്മയുടെ തലപ്പത്തെത്തുക അല്ലെങ്കിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കയറുക എന്ന് പറയുന്നത് പല താരങ്ങളുടെയും ആഗ്രഹമാണ്. അതെന്തായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതും ഇനി തെരഞ്ഞെടുപ്പ് വരുന്ന വീണ്ടും വലിയൊരു നാടകീയ രംഗങ്ങളൊക്കെ നമുക്ക് ഈ സംഘടനയിൽ നിന്നും പ്രതീക്ഷിക്കാം. അതിങ്ങനെ അവസാനിക്കുന്നില്ല. പുതിയ ഭരണസമിതി വന്നിട്ട് പോലും അവരെ സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പല പ്രശ്നങ്ങളും പുറത്തുനിന്നും അകത്തു നിന്നുമൊക്കെ ഉണ്ടെന്ന് തന്നെ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. കാരണം പല താരങ്ങളുടെയും പ്രതികരണം കേൾക്കുമ്പോഴും നമുക്കത് വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും അവരുടെ ഇന്ന് ശ്വേതാ മേനോൻ തന്നെ ഇത് പ്രസംഗത്തിനിടയിൽ പറയുന്നൊരു കാര്യമുണ്ടായി. സിദ്ദിഖ് വന്ന സമയത്ത് തന്നെ നേരെ എന്നോട് ശ്വേതാ മേനോനോട് ചോദിച്ചത് രാജിവെച്ചൂടെ പ്രസിഡന്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഭൂരിഭാഗം അംഗങ്ങളും ഇവിടെ എത്തിയതും. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കണമെന്ന താല്പര്യത്തോടുകൂടി മാത്രം തന്നെയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗം കേൾക്കാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കട്ടെ, പുതിയ തിരഞ്ഞെടുപ്പ് വരട്ടെ എന്ന ഉദ്ദേശം അത് തന്നെയാണ് അജണ്ടയാക്കി ഇവിടെ വന്നവരുണ്ടെന്ന് ഒരു പരാമർശം ശ്വേതാ മേനോൻ നടത്തുകയും ചെയ്തു. എന്തായാലും ആ ഒരു പരാമർശം അല്ലെങ്കിൽ ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒപ്പുശേഖരണം ഇതിന്റെ ഒക്കെ തുടർച്ചയായി തന്നെയാണ് ഒരു ഭൂരിഭാഗം ആളുകളുടെയും അല്ലെങ്കിൽ ഭൂരിഭാഗം അംഗങ്ങളുടെയും ഇഷ്ടപ്രകാരം ഈ ഒരു ഭരണസമിതി രാജിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് താരസംഘടനയായ അമ്മ. നവമി, ഈ വാർഷിക റിപ്പോർട്ടിന്റെ കാര്യം നവമി നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. വാർഷിക റിപ്പോർട്ട് പാസ്സായില്ല എന്ന തരത്തിൽ. അപ്പോൾ ഇനി അതിനെന്താണ് തുടർ നടപടികൾ ഉണ്ടാവുക? അത് ഇവർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അമ്മ സംഘടനയ്ക്ക് തന്നെ ഒരു അഭിഭാഷകനുണ്ട്. ആ അഭിഭാഷകന്റെ നേതൃത്വത്തിലാണ് ഈ വാർഷിക കണക്കുകൾ, വരവ് ചെലവ് കണക്കുകൾ എല്ലാം തന്നെ പരിശോധിക്കുന്നത്. പക്ഷെ അതിൽ ഉണ്ണി ശിവപാലാണ് ട്രഷറർ. ഉണ്ണി ശിവപാൽ വിദേശത്തായിരുന്നു താമസിച്ചത്. അദ്ദേഹത്തിന് നിർബന്ധിത അവധി കൊടുത്ത് വിദേശത്തേക്ക് അയച്ചിരിക്കുകയായിരുന്നു. അത് അതുല്യ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ആയിരുന്നു ഉണ്ണി ശിവപാലിനെ നിർബന്ധിച്ച് വിദേശത്തേക്ക് അയച്ചത്. ഉണ്ണി ശിവപാലാണ് ട്രഷറർ. ഈ കാര്യങ്ങളെല്ലാം, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, പെൻഷൻ അല്ലെങ്കിൽ വരവ് ചെലവ് കണക്കുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഉണ്ണി ശിവപാലാണ്. ഉണ്ണി ശിവപാൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ സംഘടനയെ ഏൽപ്പിച്ചില്ല. പ്രത്യേകിച്ച് പ്രസിഡന്റ് എന്ന നിലയിൽ ശ്വേതാ മേനോനെയോ അല്ലെങ്കിൽ അഭിഭാഷകനെയോ അറിയിക്കാതെ അവസാന നിമിഷം വരെ അതിൽ വലിയ തരത്തിലുള്ള കാലതാമസം വരുത്തി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരവ് ചെലവ് കണക്ക് ഇന്നിവിടെ അവതരിപ്പിച്ച ജനറൽ ബോഡി യോഗത്തിൽ അവതരിപ്പിച്ച വാർഷിക കണക്കിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയും ഈ അംഗങ്ങൾ ആരും ഈ ഒരു അവതരിപ്പിച്ച റിപ്പോർട്ട് അത് അംഗീകരിക്കില്ല എന്നൊരു നിലപാടിലെത്തുകയും ചെയ്തു. അത് സിദ്ദിഖും ബാബുരാജും ഇടവേള ബാബുവൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ഇപ്പോൾ അവതരിപ്പിച്ച കണക്ക് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്, പല കണക്കുകളുടെ കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം രഞ്ജി പണിക്കർ ചോദിച്ചത് ഇപ്പോൾ ഈ അവതരിപ്പിച്ച വാർഷിക പൊതുയോഗ കണക്ക് അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്ന് രഞ്ജി പണിക്കരും ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ വരവ് ചെലവ് കണക്കിലെ ഉള്ള ഒരു അവ്യക്തത തുടരാൻ കാരണം. ഈ ട്രഷറർ എന്ന നിലയിൽ ഉണ്ണി ശിവപാലിനെതിരെ വലിയ പരാജയമാണ്. ഉണ്ണി ശിവപാലിന്റെ കൃത്യമായി കണക്കുകൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനം കൂടി യോഗത്തിൽ നടക്കുകയും ചെയ്തു. എന്തായാലും ഉണ്ണി ശിവപാൽ രാവിലെ ഈ അമ്മ ഗ്രൂപ്പിൽ ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഉണ്ണി ശിവപാൽ പറയുന്നത് തന്റെ ഭാഗം കേൾക്കാതെയാണ് തന്നെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്വേതാ മേനോൻ എന്ന പ്രസിഡന്റിന്റെ തീരുമാനം, ഏകപക്ഷീയ തീരുമാനം, അത് സംഘടനയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കിടയിൽ തന്നെ വലിയ ചെറിയ ഇടവേള തരാം. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് നൽകേണ്ടതുണ്ട്. നവമി അങ്ങോട്ട് പോകരുത്. എനിക്ക് ചില പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി എടുത്ത് ഞാൻ നവമിയിലേക്ക് തന്നെ മടങ്ങി വരാം. അപ്പോൾ വിളിക്കാൻ കഴിയാത്തതിന്റെ ചില പ്രതിഷേധങ്ങൾ കൃഷ്ണൻകുട്ടിയെ പോലുള്ള ആളുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഗണേശനെ പ്രസിഡന്റ് ആക്കണം എന്ന് ശ്രീ പ്രമോദ് നാണു എന്നോട് പറയുന്നു. എനിക്ക് തോന്നുന്നത് ശ്വേതയെ നിയന്ത്രിക്കുന്നത് സോക്കോൾ ട്രിവാൻഡ്രം ലോബിയാണ്. സ്വന്തമായി പ്രവർത്തിക്കുന്ന ഭാരവാഹികൾ വന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. പിന്നെ അതുപോലെ മറ്റു ചിലർ തിരുത്തുന്നുണ്ട്. അൻസിബ 30-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് ചിലർ ഇവിടെ പറയുന്നു. ഇതോടൊപ്പം മറ്റു ചില പ്രേക്ഷകർ എന്നോടൊപ്പം ഈ വിഷയത്തിൽ സാധാരണക്കാർക്ക് എന്ത് പ്രസക്തി എന്ന് എന്നോട് ശ്രീ മുരളി ചോദിക്കുന്നു. മുരളീധരൻ നായർ പറയുന്നു ഞാനും സിനിമയിൽ തലകാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ മുരളീധരൻ നായർ MNനും ഒരു അമ്മ മെമ്പർഷിപ്പിന് ശ്രമിക്കാവുന്നതാണ്. അങ്ങേപോലെയുള്ള നല്ല ആളുകൾ അവിടെ എത്തുമ്പോൾ ഒരുപക്ഷെ ഈ തർക്കത്തിനൊക്കെ ഒരു പരിഹാരം കാണും. ശങ്കരാടി പറഞ്ഞതുപോലെ ഇവന്മാർ വന്നപ്പോൾ മുതൽ ഇറക്കാൻ ഒരു അന്തർധാരയുണ്ട് എന്ന് സുനിൽകുമാർ എന്നോട് പറയുകയും ചെയ്യുന്നു. ഓക്കെ, ബൈജു തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബൈജു, ചുരുങ്ങിയ വാക്കുകളിൽ. ബിജു തൃശ്ശൂര് പുതുക്കാട്
ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞതേ, ഹലോ, ഞാൻ പൊതുവേദി ചില ദിവസങ്ങളിൽ കാണാറുണ്ട്, ഒക്കെ ഉണ്ട്. പൊതുവേദി നല്ല സൂപ്പറാണ്. പക്ഷെ പറഞ്ഞില്ലേ, അമ്മയുടെ കാര്യം പറഞ്ഞത്, ഇപ്പൊ അമ്മ മുന്നേ ഇപ്പൊ നല്ല ഇതില് നടന്നിരുന്നത്. ഇപ്പൊ സേത വന്നുകൊണ്ട് മോശം എന്നല്ല പറയുന്നത്, സേതനെ തള്ളിക്കളയാനൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിന് പരാതി കൊടുത്തിട്ട് ആൾക്കാർ ഇവരൊക്കെ ഇല്ലേ, അവരുടെ അമ്മമാര് അവരെ കൂടിയിട്ട് ഒന്നൊന്ന് ശ്രദ്ധിക്കണം. ശരി. അപ്പൊ ബിജു തൃശ്ശൂരിൽ എവിടെയാ താമസിക്കുന്നത്? എവിടെയാ? തൃശ്ശൂര് ചെങ്ങാലൂര്. പുതുക്കാട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒക്കെ പുതുക്കാട്. ഞങ്ങളുടെ രവീന്ദ്ര മാഷ് പറഞ്ഞ ഞങ്ങളുടെ മുന്നത്തെ ഇപ്പൊ CK രാമചന്ദ്രൻ രവീന്ദ്ര മാഷ് പറഞ്ഞ ഞങ്ങളുടെ MLA. ഓക്കെ. അപ്പൊ ശ്രീ ബിജു എന്താ ചെയ്യുന്നെന്താ? എനിക്കിപ്പോ ഇനിയും വേണ്ടിയാണ്. ഇന്ന് ഞായറാഴ്ച വരണം പോയില്ല. ഇത് പൊതുവേദി കണ്ടു കഴിഞ്ഞപ്പോ ഈ അമ്മയുടെ കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു ഇതായി. ഇത് സിനിമകള് ഇതൊക്കെ കാണാറുണ്ട്. സിനിമകള് ഇതിപ്പോ കുറെ നാളായിട്ട് നമ്മള് കാണാറില്ല. നമ്മള് TV കാര്യങ്ങളൊക്കെ കാണാറുള്ളൂ. ഈ ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ, ഇപ്പൊ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ ഇതില് ചർച്ച ചെയ്യുമ്പോ ഈ സിനിമ നടന്മാരുടെ അമ്മമാര് അല്ലെങ്കിൽ നടികളുടെ അമ്മമാര് അവരെ കൂടി ഒന്ന് ചോദിക്കുക. മുന്നിവര് കൊടുത്തത് നല്ല ഒരു പ്രസ്ഥാനമായിരുന്നേ. അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതായിരുന്നേ. അപ്പോൾ നമുക്ക് ഏതായാലും ബിജു വളരെ നന്ദി അവിടുന്ന് വിളിച്ച അഭിപ്രായം പങ്കെടുത്തതിന്. അപ്പോൾ നമ്മൾ അമ്മയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് നേരിട്ട് കാണാൻ കഴിയുന്നത്. അമ്മ ജനറൽ ബോഡി കഴിഞ്ഞ ആ തിക്കും തിരക്കും ഒക്കെയാണ്. മോഹൻലാലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് അവിടേക്ക് ശ്വേതാ മേനോൻ പുറത്തേക്ക് വരുന്നു. അവരുടെ പ്രതികരണം നമുക്ക് ഇപ്പോൾ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നവമി അതിനായി ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ശ്വേതാ മേനോൻ്റെ പ്രതികരണത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും രാജിവെച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. അമ്മ ഭരണസമിതി രാജിവെച്ചു. ഇനി തുടർ നീക്കങ്ങൾ എന്ത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ്. എല്ലാ അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു. കടുത്ത തർക്കം അമ്മ ഭരണസമിതിയിൽ ഉണ്ടായി എന്നതാണ് അവിടെ നിന്ന് വ്യക്തമാകുന്നത്. അതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ശ്വേതാ മേനോന് രാജി പ്രഖ്യാപിക്കേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ അവരെ അനുനയിപ്പിക്കാനൊക്കെ ചിലർ ശ്രമിച്ചെങ്കിലും ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോൾ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st May. 1-ാം തീയതി നമ്മളുടെ അമ്മ സംഘടനയുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോൾ ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള നമ്മൾ വന്നില്ല കമ്മിറ്റീന്റെ എല്ലാ കണക്ക് കറക്റ്റാണ്. അതിന്റെ മുമ്പേ ബാബുരാജ് ചെയ്ത കമ്മിറ്റീന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അംഗത്വം രാജിവെച്ചു അല്ലേ?
ശ്വേത അമ്മയിൽ നിന്ന് ആകെ ഒഴിഞ്ഞു. ശ്വേത ഒറ്റ കാര്യം, ശ്വേത ആരാണ് അമ്മ സംഘടനയെ ഇതുപോലെ പിടിച്ചടക്കാൻ ശ്രമിച്ചത്? ആരോപിതരായ എല്ലാ ആൾക്കാരും സംഘടനയെ പിടിച്ചടക്കാനായിരുന്നു ശ്രമം. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? അതിന്റെ ഒരു കെണിയായി തന്നെയാണ് കുറെ ഇവിടെ. വനിതാ നേതൃത്വത്തെ ആകെ അവിശ്വാസത്തിലാണോ? അല്ല, വനിതാ നേതൃത്വത്തെ ഇതില് വനിതയല്ല, ഇതില് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. ആരാണ് ചെയ്ത ആരാണ്? മനു, അമ്മ അംഗത്വം കൂടി രാജിവെച്ചിരിക്കുകയാണ് ശ്വേത മേനോൻ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അമ്മ അംഗത്വം ശ്വേത രാജിവെച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും തനിക്ക് പറയാനുള്ളത് ഇതുവരെ ശ്വേത മേനോൻ പറയുന്നത് സംഘടനയിൽ തനിക്ക് വ്യക്തിത്വമുണ്ട്, അതുകൊണ്ട് തന്നെ പാവമായിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കുകയാണ് എന്നുകൂടിയാണ്. താനൊരു പാവയാകാതെ ഇത് ഭരിക്കാൻ കഴിയില്ല എന്നാണ് ശ്വേത മേനോൻ പറയുന്നത്. പക്ഷെ ആരുടെ പാവ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ബാബുരാജിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ബാബുരാജിന്റെ കണക്കുകൾ ശരിയല്ല എന്ന തരത്തിലൊക്കെ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നവമി അവിടെ ആളുകളുടെ പ്രതികരണം എടുക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. ഞാൻ നവമിക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കാം. പക്ഷേ നമുക്കതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് ഇങ്ങനെയാണ്. അമ്മയിൽ നിന്നുള്ള തൻ്റെ പ്രാഥമിക അംഗത്വം പോലും ശ്വേത മേനോൻ രാജിവെക്കുകയാണ്. ഇനി അമ്മയ്ക്കൊപ്പമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മറ്റ് ആളുകളുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നതറിയാൻ എല്ലാവരും ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. ഇതുപോലെ ജനറൽ സെക്രട്ടറിയുടെയും നിലപാട് ഇതുതന്നെയാണോ, അതോ മറ്റ് അംഗങ്ങൾ, ഈ ഭരണസമിതിയിലുണ്ടായിരുന്ന മറ്റ് അംഗങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. ശ്വേത മേനോൻ ഒരു കാര്യം പറയുന്നു, ട്രഷറർ സ്ഥലം വിട്ടു ഓടിപ്പോയി എന്ന ഒരു പ്രതികരണമാണ് നടത്തുന്നത്. ഇതിന് മുന്നുള്ള ചില കാര്യങ്ങളിലെ ചില കണക്കുകളിലെ പിഴവ് തനിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. താനിപ്പോൾ അമ്മയുടെ അംഗമല്ലാത്തത് കൊണ്ട് ഇനി അതൊന്നും പറയാനൊരു തടസ്സവുമില്ല എന്നുള്ള. അപ്പോൾ വരും ദിവസങ്ങളിലും നിർണായകമായ വെളിപ്പെടുത്തലുകൾ ശ്വേത മേനോൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് വലിയ തോതിൽ ഉള്ള രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ കൾച്ചറൽ രംഗത്തുണ്ടാക്കുന്ന വലിയ മാറ്റങ്ങൾക്ക്, സാംസ്കാരിക രംഗത്തുണ്ടാക്കുന്ന വലിയ പൊട്ടിത്തെറികൾക്ക് അത് വഴിവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. യെസ്, അതുകൊണ്ട് ഞാൻ പലതും തുറന്നു പറയുന്ന അവർ പലതും തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോപ്പാണ്. എനിക്കൊന്നും തുറന്നു പറയാനൊന്നുമില്ല. അപ്പം അവർ രാജിവെക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അംഗങ്ങൾ ഞങ്ങൾ എല്ലാവരും അവരോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് രാജിവെക്കും. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റാണ് സ്വാഭാവികമായിട്ടും വരേണ്ടത്. ഇപ്പൊ ആരാണ് പിന്നെ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത്? അഡ്വക്കേറ്റ് കമ്മിറ്റി രൂപീകരിച്ചോ? എത്ര അംഗം കമ്മിറ്റി ആയിരിക്കും വരുമോ? എനിക്കറിയില്ല. ഞാൻ അല്ല, അഡ്വോ കമ്മിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. ഞാനതിന് മുമ്പ് ശ്വേത ഇറങ്ങിയപ്പോൾ ഞാനും ഇറങ്ങിയെന്നുള്ളൂ. അത്യാവശ്യം ഒരു പോകേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ. രാവിലെ കൃത്യമായിട്ടൊന്ന് നമുക്ക് അറിവ് കിട്ടിയ ഉണ്ണീഷുവാല് ജോയിമാത്തിന് ഇതൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഞാൻ ഒരിക്കലും കമ്മിറ്റിക്ക് വരാത്ത ആളാണെന്ന് ജോയിമാത്തി പറഞ്ഞു എന്ന് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ഉണ്ണീഷുവാല് മീറ്റിംഗിലാണ് പറഞ്ഞത്, ജോയിമാത്തിയുടെ പേരെടുത്ത്. അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? താങ്കൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു? ഞാൻ ഉന്നയിച്ചിരുന്നത് എപ്പോഴും ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനുള്ളൂ. അദ്ദേഹം യാതൊരു ലീവ് ലെറ്ററും അങ്ങനെ തരാതെ പെട്ടെന്ന് എക്സ്പൗണ്ട് ചെയ്ത് അയാൾ പോവുക. പിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. എന്നാണ് പിന്നെ അദ്ദേഹത്തെ നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ലീവ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ രാജിവെച്ച് പോവുകയാണെങ്കിലും ഒക്കെ തന്നെ സംഘടനയെ രേഖാമൂലം അറിയിക്കണമെന്നാണ്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അതൊരു ആരോപണമൊന്നുമില്ല, വാസ്തവമാണ്. ശ്വേതാമേനോൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമല്ലോ. കാരണം ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റാണല്ലോ. ഐക്യദാർഢ്യം സംഘടനയിൽ രാജിവെച്ച് പോകുന്നതിനല്ല, പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന ഒരു കമ്മിറ്റിയുടെ എന്താ പറയാ തലപ്പത്തുള്ള ആൾ എന്നുള്ള രീതിയിൽ അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമല്ലോ. ഈ സംഘടനയെ ഒരു സംഘം കുറ്റാരോപിതർ വീണ്ടും പിടിച്ചടക്കിയെന്നാണ് ശ്വേത പറഞ്ഞത്. അത് ശ്വേതയുടെ അഭിപ്രായമാണ്, ഞാനങ്ങനെ പറയാം. അല്ല, താങ്കൾ ഇതിനു മുമ്പിരുന്ന കമ്മിറ്റിയിലും വലിയ അഴിമതി ആരോപണം ഉണ്ടെന്നാണ്. താങ്കളും ഇതിനു മുമ്പ് കമ്മിറ്റിയിൽ ഇരുന്ന ആളാണ്. അതിൽ സാമ്പത്തിക തട്ടിപ്പുണ്ടായി, അങ്ങനെയും ശ്വേത മേനോൻ പറയുന്നുണ്ട്. അല്ലാതെ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് വേണമെന്ന് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് കൃത്യമായി പറയാൻ പറ്റില്ല. ഓഡിറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് 45 ദിവസത്തിനുള്ളിൽ തീരുമാനമാവും. ഇത് തന്നെ കണക്ക് അവതരിപ്പിക്കാൻ വൈകിയത് ഉണ്ണീഷ് ഗോപാൽ എന്ന് പറഞ്ഞ ആളില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായ കണക്ക് അവതരിപ്പിക്കാൻ പറ്റാതെ ഇരുന്നത്. അല്ലാതെ ഈ സംഘടനയിലുള്ള ഒരു പൈസ അടിച്ച് മാറ്റിയൊന്നുമല്ല. പ്രോപ്പറായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വേണം ഒരു ട്രഷറർ കണക്കവതരിപ്പിക്കുമ്പോൾ. ട്രഷറർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ ആയിട്ട് വന്നത്. ഓക്കെ, താങ്ക് യു.
അതാണ് അപ്പോൾ ജോയ് മാത്യു നടത്തിയ പ്രതികരണം. ഒരു എഡോ കമ്മിറ്റി അവിടെ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ ചില സാമ്പത്തിക ആരോപണങ്ങൾ ശ്വേതാ മേനോൻ ഉന്നയിച്ചത് അതിപ്പോൾ വ്യക്തമായിട്ടില്ല എന്നാണ് ജോയ് മാത്യു പറയുന്നത്. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഓഡിറ്റിംഗ് നടക്കും, അതിനുശേഷം അതിൽ ഒരു വ്യക്തത വരും എന്ന് ജോയ് മാത്യു പറയുന്നു. ഒപ്പം അവിടെ ചില ആളുകളുടെ പാവയായി താൻ ഇരിക്കാതെ നടക്കാനാവില്ല എന്ന് ശ്വേത ആരോപിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചൊന്നും ജോയ് മാത്യു പ്രതികരിക്കുന്നില്ല. കുറ്റാരോപിതരുടെ കൈകളിലേക്ക് വീണ്ടും ഈ സംഘടന പോകും എന്ന ശ്വേതാ മേനോൻ്റെ പ്രതികരണം ശ്വേതയുടെ മാത്രം അഭിപ്രായമാണ് എന്ന് ജോയ് മാത്യു പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ അമ്മയിൽ വലിയ പൊട്ടിത്തെറിയുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വാർത്തയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ തെളിവുകൾ തന്നെ പുറത്തു വരികയാണ്. ഇത് ഒന്നിച്ചു പോകാൻ കഴിയാത്ത ഒരു കൂട്ടായ്മയായി അമ്മ മാറിക്കഴിഞ്ഞിരിക്കുന്നു. താൻ ഇനി അമ്മയ്ക്കൊപ്പമില്ല എന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു. മല്ലിക സുകുമാരൻ. അപ്പൊ കാണാതെ കേൾക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും കൂടെ തമ്മിൽ ഒരു ചർച്ചയായി. എനിക്ക് പിന്നെ ഇവരൊക്കെ എന്ത് പറഞ്ഞാൽ ഞാനത് ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ തുള്ളാനുള്ള. എന്താണ് ഈ ഒരു പരിഹാരം, ഒരു മുന്നോട്ട് പോക്ക്? കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന വിവരമുള്ള ഈ എന്താ പറയാ ചലച്ചിത്ര ലോകത്തിനെ പറ്റി ആധികാരികമായിട്ട് നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്നവര് ഭരണസമിതി. അങ്ങനെയുള്ള ആരാണ് ഇനി ഇപ്പോഴത്തുള്ളത്? പെണ്ണുങ്ങൾ വളരെ കുറവാണ്. ഒരു പേര് പറഞ്ഞാൽ ആരെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആരാണുള്ളത്? പെണ്ണുങ്ങളില്ല മോനെ, ചെറുപ്പക്കാരാണല്ലോ വരേണ്ടത്. ചെറുപ്പക്കാരും കണ്ടില്ലെന്ന് അതുകൊണ്ടാണ് ചോദിച്ചത്. ചേച്ചിയുടെ മക്കൾ ഉൾപ്പെടെ കണ്ടില്ല. ആ മക്കള് ദുബായിന്ന് ഷൂട്ടിംഗ് അതാണ് മല്ലിക സുകുമാരൻ്റെ പ്രതികരണം. ഇതിൽ സിനിമയെക്കുറിച്ച് നല്ല അറിവുള്ള, അത് പറഞ്ഞ് അല്ലെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച് പറയാൻ കഴിവുള്ള വിവരമുള്ള ആളുകൾ ആരെങ്കിലും ഇതിൻ്റെ തലപ്പത്ത് വരണം എന്നാണ്. അപ്പോൾ അതിനുള്ള കഴിവുള്ള ആളുകളായിരുന്നില്ല ഇപ്പോൾ തലപ്പത്തിരുന്നത് എന്നത് ഒരു പ്രതിസന്ധിയായി അവിടെ ഉയർത്തിക്കാണിക്കുകയാണ് മല്ലിക സുകുമാരൻ. അപ്പോൾ ഇനി അങ്ങനെ സ്ത്രീകളുമില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി ആര് എന്ന ചോദ്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആര് ഇനി അമ്മയെ നയിക്കും? അതിന് മോഹൻലാൽ തയ്യാറാകുമോ, അതോ ജഗദീഷ് തയ്യാറാകുമോ, അതോ ദേവൻ തയ്യാറാകുമോ? അങ്ങനെ ആര് തയ്യാറാകും എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ ഏതായാലും അമ്മയ്ക്കകത്ത് കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല എന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നു. ഇത് പറഞ്ഞൊരു പ്രധാന പ്രശ്നം കുറ്റാരോപിതരാണ് വീണ്ടും സംഘടനയെ പിടിച്ചടക്കുന്നത്. ഇവര് നേതൃത്വം രാജിവെക്കാൻ കാരണം വീണ്ടും കുറ്റാരോപിതരായ കുറച്ച് ആളുകൾ ഞാൻ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുമ്പിലത്തേക്കാൻ പറ്റി, ഇപ്പോഴത്തേക്കാൻ പറ്റി. ഇതിൽ ആരൊക്കെയാണ് ആരോപിതരെന്ന് ഞങ്ങൾക്ക് ഒരു അറിവില്ല. ഞങ്ങൾക്ക് ഈ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളേ ഉള്ളൂ. ഒരു സംഭവം നടന്നാൽ കമ്മിറ്റി അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ ഒരു കത്തയച്ചുകൂടെ ഇവർക്ക്. അപ്പൊ ഞങ്ങളൊരു കൂട്ടായ്മ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാല് അങ്ങനെ ഒരു ഇടപാടില്ല. പരസ്യ പ്രതികരണം നടത്തിയ ചേച്ചിക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് കിട്ടിയില്ല, മറ്റു പലർക്കും ഷോക്കോസ് നോട്ടീസ് അയച്ചു സംഘടന. ആർക്ക്? മാധ്യമങ്ങളോട് പ്രതികരിച്ച ആൾക്കാർക്കെല്ലാം നമുക്ക് പടവേ വേണ്ട. പിന്നെ എവിടെ പ്രതികരിച്ചാൽ ഞാനിപ്പോ നായികയൊന്നും അല്ലല്ലോ, പേടിക്കേണ്ടവർ അവരൊക്കെയാണ്. നായിക, അമ്മ, അമ്മൂമ്മ, അമ്മായിയമ്മയായിട്ടൊക്കെ ഇപ്പോഴും അഭിനയിക്കണം വലിയ ആഗ്രഹമുള്ളവരൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഈ വീട്ടിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് താമസം ചോദിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് നേതൃത്വത്തിൽ താല്പര്യമില്ലേ? ചേച്ചിക്ക് നേതൃത്വത്തിൽ വന്നൂടെ? ചേച്ചിക്ക് നേതൃത്വത്തിൽ വന്നൂടെ? നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് നേതൃത്വത്തിലേക്ക് വരണ്ടേ? അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. അതാണ് ശ്രീമതി മല്ലിക സുകുമാരൻ്റെ പ്രതികരണം നമ്മൾ കേട്ടത്. ഇതിനകത്ത് കുറ്റാരോപിതർ തിരിച്ചു വരാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ശ്വേതാ മേനോൻ നടത്തിയിരുന്നു. അത് പക്ഷേ മല്ലിക സുകുമാരൻ അത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ നടത്തുന്നില്ല. ആർക്ക് എപ്പോൾ എങ്ങനെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയും ചെയ്യുകയാണ്. അപ്പോൾ നവമിയാണ് എനിക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ തന്നത്. ഈ അമ്മ ജനറൽ ബോഡിക്കകത്ത് വലിയ തോതിലുള്ള തർക്കങ്ങൾ നടന്നു, പൊട്ടിത്തെറികൾ നടന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഭരണസമിതി പിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടായി. വാർഷിക ജനറൽ ബോഡിയിൽ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കാനായില്ല. ട്രഷറർ ഓടിപ്പോയി, അത് കൊണ്ടാണത് ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന്
പറയുകയാണ് പ്രസിഡന്റ്. പല കാര്യങ്ങളും പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്നതായിരുന്നു മറ്റ് പല ആളുകളുടെയും പ്രതികരണം. ഏതായാലും നാടകീയമായ രംഗങ്ങൾക്കാണ് അവിടെ നമ്മൾക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞത്. പ്രസിഡന്റ് ശ്വേത മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ തുടങ്ങി എല്ലാ അംഗങ്ങളും രാജിവെച്ചു. അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും ഇനി അമ്മയുടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുക. ശ്വേത മേനോൻ ഇനി അമ്മയുമായി താൻ ഒട്ടും സഹകരിക്കില്ല എന്ന തരത്തിൽ, ഇനി അമ്മയുടെ ഭാഗമല്ല എന്ന തരത്തിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ ഈ ജനറൽ ബോഡിയിൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും പാസ്സാക്കുന്നതിനെ ചൊല്ലി വൻ തർക്കങ്ങളുണ്ടായി, നാടകീയ രംഗങ്ങൾ ഉണ്ടായി. തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ ഇല്ല എന്ന് ശ്വേത മേനോൻ പ്രഖ്യാപിച്ചത്. യോഗത്തിനിടയിൽ സ്റ്റേജിലേക്ക് കയറിയാണ് ശ്വേത ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ ഒടുവിൽ ശ്വേത മേനോന് അനുനയിപ്പിക്കാൻ ആളുകൾ നിന്നെങ്കിലും അത് കഴിഞ്ഞില്ല. ഏതായാലും നേതൃമാറ്റം അമ്മയിൽ അനിവാര്യമായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അമ്മ എന്നത് ഒരു താരസംഘടന മാത്രമല്ല, മലയാള സിനിമയുടെ മുഖമായിരുന്നു. പതിറ്റാണ്ടുകളായി മലയാളികൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. എന്നാൽ അതിന്ന് വ്യക്തിപരമായ തർക്കങ്ങൾക്കും ഗ്രൂപ്പ് പോരുകൾക്കും പരസ്യ ആരോപണങ്ങൾ കൊണ്ടും ഒക്കെ പരിഹാസ്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതൊരു സംഘടനയിലും സ്വാഭാവികമാണ്. പക്ഷേ അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഈ സംഘടന എത്തി. അത് സംഘടനയുടെ ദൗർബല്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേതൃമാറ്റം എന്നതാണ് അതിനൊരു പരിഹാരമായി വന്നിരിക്കുന്നത്. ഏത് നേതൃത്വമായാലും സംഘടനയുടെ വിശ്വാസ്യതയും അന്തസ്സും പൊതുസമൂഹത്തിനിടയിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. ആ ഒരു ജനങ്ങൾ നൽകുന്ന ആദരം സംരക്ഷിക്കേണ്ടത് അവിടെ ഓരോ അംഗത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. അമ്മയുടെ ഒരു സുവർണകാലത്തെ ഐക്യവും അഭിമാനവും തിരിച്ചുപിടിക്കാൻ ഇനി പുതിയ നേതൃത്വത്തിന് ആകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കലാകാരന്മാർ തമ്മിലുള്ള പോരാട്ടങ്ങൾ കാണാനല്ല, അവർ സൃഷ്ടിക്കുന്ന കലയും അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും കാണാനാണ് ഈ മലയാളി ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.